ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആവണീസ് വ്ലോഗിൻ്റെ ഈ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ല. ഞാനിതാ കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലത്തെ തിരക്കുകൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ രാവിലെ തീയൊക്കെ പിടിപ്പിച്ച് അടുപ്പിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് പണിക്ക് ആളുടെ. അപ്പോൾ നമ്മൾ ഓണം കഴിഞ്ഞിട്ട് എടുക്കുന്ന ഒരു ഫസ്റ്റ് വ്ലോഗ് തന്നെയാണ്. ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ഡേയ്സ് ആയപ്പോൾ എന്നും തിരക്ക് തന്നെയാണ്. എന്ത് ചെയ്യാൻ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നിപ്പോൾ നല്ല തിരക്കുള്ള ദിവസം തന്നെയാണ്. പിന്നെ ഞാൻ കുറച്ച് സ്ഥലം നമ്മൾ ഒരു വ്ലോഗൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് ഇന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി നല്ല ഉറക്കത്തിലാട്ടോ. എന്തായാലും അവൾ എണീക്കുന്നതിന് മുന്നേ എത്രത്തോളം ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല. അപ്പോൾ എന്നാലും കുറച്ചൊക്കെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഞാൻ മീനൊക്കെ എന്തായാലും വെട്ടി കഴുകി സെറ്റാക്കി വെച്ചിട്ട് അപ്പോൾ നമുക്കിന്ന് മീൻ കറിയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ കറി വെക്കില്ല, അങ്ങനെ ഓരോരോ പണികൾ ചെയ്യാനുണ്ട്. അപ്പോൾ എണീച്ച് ചായ കുടിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചായ കുടിച്ചു. പിന്നെ ബാക്കി പരിപാടികളൊക്കെ ഒന്ന് ചെയ്യാണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് കാണാണ്ട്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പോൾ എല്ലാവരും ഓണവിശേഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, അപ്പോൾ അതൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ കാണണം. അപ്പോൾ ഇന്ന് നമുക്ക് വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ. എന്നത്തേനെ അപേക്ഷിച്ച് തണുപ്പ് കുറവുണ്ട് തന്നെ പറയട്ടെ. കാരണം ഇപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ടോ മഴയൊക്കെ ഒന്ന് കിട്ടിയിട്ട് ഇപ്പോൾ വൈകിട്ടായി കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. എന്നാൽ കൂടി രാവിലെ നമുക്ക് ഇന്നത്തേനെ അപേക്ഷിച്ച് ഇപ്പോൾ പകലൊക്കെ അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്നതുകൊണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അതായത് രാവിലെ എണീച്ച് വരുമ്പോൾ വലിയ രീതിയിൽ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എണീച്ച് വന്ന ആ സമയത്ത് ചെറിയ തണുപ്പുണ്ട്. എന്നാലും ഇപ്പോൾ കുറച്ച് ടൈം ആയല്ലോ, അപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാ ഇപ്പോൾ തണുപ്പൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഇതാ നമ്മുടെ മീൻ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് ഇതാ ഓടി നടക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഫുഡ് കൊടുക്കാം കേട്ടോ. ഫുഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും താഴ്ന്ന മേളിലേക്ക് ഓടി എത്തും കേട്ടോ. പക്ഷെ ഒരാളുണ്ട് കേട്ടോ, ഒരാൾ എന്ത് ഫുഡ് കൊടുത്താലും പതുക്കെ ആൾക്ക് തോന്നുമ്പോഴേ കയറുള്ളേ. അതായത് ആൾക്ക് നമ്മളിങ്ങനെ കൊടുക്കുന്ന ഫുഡിനേക്കാളും ഇഷ്ടം അടിയിൽ നിന്നുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നതാണ്. അതൊരു വേറൊരു ടൈപ്പ് മീനാണ്. പിന്നെ അടിയിൽ എവിടെയും ഉണ്ട്. ആശാനെ വല്ല കല്ലിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുമായിരിക്കും മിക്കവാറും. ഈ ഒരു സംഭവം നമ്മൾ ഫുൾ ടൈം ഓണാക്കി കിട്ടും. അതുകൊണ്ട് നമുക്ക് അവർക്ക് നല്ലൊരു എയർ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റായി കിട്ടുന്നുണ്ട്. എന്തായാലും അവിടെ കളിക്കരുത്. നമുക്ക് എന്തായാലും നേരെ അടുക്കളയിലേക്ക് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഗോവിന്ദ. അപ്പം നമുക്ക് രാവിലെ മീൻകറിയായിട്ട് ഞാൻ ആദ്യം വെക്കാൻ വേണ്ടി പോണത്. പുറത്തടുപ്പിൽ തീയൊക്കെ കത്തിച്ചിട്ട് കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിരിക്കും. എന്തായാലും അവിടെ നന്നായിട്ട് തീ കാത്തുന്നുണ്ട്. അപ്പം എന്നാലും കഞ്ഞി അതിൽ വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിനി അരി ഇടാവുക. സവോളയും അതേപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി അടുപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ മീൻകറി അതുകൊണ്ട് നമുക്ക് തക്കാളിയും കൂടി വേണം. അപ്പോൾ 2 തക്കാളിയാണ് ഞാൻ എടുക്കുന്നത്. അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളിയാണ് എടുക്കുന്നത്. നല്ല പഴുത്തിട്ടുണ്ട്. നമുക്ക് 2 എണ്ണം എടുക്കാം. മീനിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് തക്കാളിയിലും അതുപോലെ തന്നെ സവോള ആയാലും കുഞ്ഞുള്ളിലായാലും ഒക്കെ മാറ്റം വരുന്നതായിരിക്കും. എന്നട പൊന്ന. അപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടില് കുറച്ച് സൗണ്ടുകൾ കേൾക്കണ്ടാവില്ല. വേറെ നല്ല ഒന്നാമത്തെ സൗണ്ട് എന്ന് പറയുന്നത് ഞാൻ കുടിക്കാനുള്ള വെള്ളം കെറ്റിൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ സൗണ്ട് ഉണ്ടാവും. അത് കൂടാതെ തന്നെ നമ്മുടെ പറമ്പിൽ ഹിറ്റാച്ചി ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും ഹിറ്റാച്ചിക്ക് നമ്മുടെ ആ ഒരു സ്ഥലമൊക്കെ നമുക്ക് നിരപ്പായിട്ടല്ലോ കിടക്കുന്നത്. പല സംഭവങ്ങളൊക്കെ ആയിട്ട് എന്താ പിന്നെ അവനെ കൂട്ടി ഹിറ്റാച്ചി വന്നതിന്റെ സന്തോഷമായിട്ട് കണ്ടു അമ്മ കണ്ടു കേട്ടോ. അപ്പൊ കുന്നും മല എങ്ങനെ മൊത്തത്തിലാണല്ലോ കിടക്കുക. മാത്രമല്ല അതിന്റെ ഇടയിൽ കൂടെ കുറെ നമുക്ക് വേണ്ടാത്ത കുറെ വാഴകളുടെ ഇതും മൊത്തത്തിൽ കുറെ ഉണ്ട് നമുക്ക് സെറ്റാക്കി എടുക്കാൻ വേണ്ടി. അപ്പൊ ഹിറ്റാച്ചിക്ക് അത് നിരത്തുവാണെങ്കിൽ പെട്ടെന്ന് പണിയും കഴിയും. പെട്ടെന്ന് പറഞ്ഞാൽ എന്തായാലും തുടങ്ങിയതാട്ടോ. എന്തായാലും കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ ആളെ വെച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി സെറ്റായിട്ട് തന്നെ ചെയ്തും കിട്ടും. പിന്നെ നമ്മൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി സ്പീഡാണല്ലോ ഹിറ്റാച്ചിക്ക്. അപ്പോൾ പണിയൊന്നും കിട്ടും. രാവിലെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് ആള്. അപ്പൊ അതിന്റെ സൗണ്ട് കൂടി നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെയാട്ടോ കേൾക്കുന്ന സൗണ്ടുകൾ. എന്തേ നമ്മുടെ കുട്ടിക്കുരുമ്പി രാവിലെ തന്നെ എണീച്ചിട്ട് അടുക്കളയിലേക്ക് വന്നിരിക്കുവാണ്. എന്താ എടുക്കാൻ ഇപ്പൊ പറ്റില്ല. ഒരുപാട് നമ്മുടെ ആൺകുട്ടിയുടെ രാവിലെ ഞാൻ ലോകത്തിന് പോയി കഴിഞ്ഞ എനിക്ക് 8ന്റെ പണിയായിരിക്കട്ടെ എടുക്കാൻ പറയും. പിന്നെ പാചകത്തിൽ കയറ്റണം. പിന്നെ അവളെ കൂട്ടാതെ ഒരു പണി എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഞാനിതാ സവോളയും അരിഞ്ഞ് കഴിഞ്ഞു. ചെറിയുള്ളി നന്നാക്കി തന്നെ തക്കാളി നമുക്ക് എരിവിന് ആവശ്യമുള്ളൊരു 3-4 പച്ചമുളക് എടുക്കാം കേട്ടോ. കാന്താരി അല്ലല്ലോ, പച്ചമുളക് എടുത്തുകൊണ്ട് തന്നെ എരിവ് പല പച്ചമുളകിനും പല രീതിയിലായിരിക്കും. നമ്മുടെ ഈ ലൈറ്റ് മാറ്റാനായിട്ട് തോന്നുന്നു. ഇപ്പൊ 2-3 ദിവസമായിട്ട് കുറേ നേരം കത്തിച്ചാലാട്ടോ നമുക്ക് കത്തുള്ളൂ. തക്കാളി വേണോ? തക്കാളിയുടെ ആളാട്ടോ നമ്മുടെ ആവണിക്കുട്ടി. കുഞ്ഞിക്കൈകൾ കണ്ടോ തക്കാളിയിലേക്ക് നീളുന്നുണ്ടേ. തക്കാളി കൊണ്ടുപോയിക്കാം. നമുക്ക് കത്ത് നോക്കട്ടെ. അത് നമുക്ക് എന്തായാലും പുറത്ത് പോകുമ്പോൾ ലൈറ്റൊന്നും മാറ്റണം. കാരണം അത്രയും ഗ്യാസും പോകുവാണല്ലോ. ഇടയ്ക്ക് പെട്ടെന്ന് ഒറ്റ അടിക്കുക കത്തിട്ടോ. കത്തിയിട്ടുണ്ട് ഇപ്പൊ. കത്തി ഇതാ
കാണിച്ചു കൊടുക്കട്ടെ നമുക്ക്. ഞം ഞം കഴിക്കുമെന്ന് പറയുവാണ്. തക്കാളിയൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഞം ഞം എന്നൊക്കെ കാണിക്കിട്ട് ഞം ഞം കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത് ഞം ഞം കൊടുത്ത് പിടിക്ക്. ഉമ്മ ഒരു ഉമ്മ കൊടുക്ക്, ഉമ്മ കൊടുക്ക്. നല്ല സുന്ദര ഭാഗമാണല്ലോ. ഉമ്മയൊക്കെ കൊടുത്തല്ലോ. പല്ല് വെച്ചൊന്ന് പാവ പല്ല് കഴിച്ചു, ചായ കുടിച്ചു, ഒരു ബിസ്ക്കറ്റ് കഴിച്ചു അല്ലേ. ഇച്ചിരി ചായ പക്ഷെ ഞങ്ങൾ കുടിച്ചുള്ളൂ. ബിസ്ക്കറ്റിനാണെങ്കിൽ ചായയിൽ മുക്കി മുക്കി മുക്കിയിട്ട് പകുതി അങ്ങനെ പൊട്ടി പോവുകയും ചെയ്തില്ല. പിന്നെ അപ്പൊ ഞങ്ങൾ ചട്ടി ചൂടാവട്ടെ. ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇരിക്കണോ? ഇവിടെ ഇരുന്നാ മതി, ഇവിടെ ഇരിക്കണ്ടാന്ന്. ഒരുപാട് ലോകത്തിന് പോയതാട്ടോ ഞാൻ പറഞ്ഞത്. ഇവിടെ കൈ അറിയാ കയ്യല്ല കാലറിയാതെ തട്ടിപ്പത്തിന് അമ്പൂന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുവാണേ. അമ്മക്ക് ഇനി അടുത്തെടുക്കാനുള്ളതേ പച്ചമുളക് ഒന്ന് എടുക്കട്ടെ. അപ്പൊ എല്ലാവരും ചായ കുടിയുടെ പരിപാടി കഴിഞ്ഞു. ഞങ്ങൾ ചായ കുടി കഴിഞ്ഞു കേട്ടോ. ചായയും ബിസ്ക്കറ്റും കഴിച്ചു രാവിലെ തന്നെ. ഇതിപ്പോ അത്യാവശ്യം വലിപ്പും നല്ല വണ്ണമൊക്കെ മാത്രമല്ല നല്ല എരിവുള്ളതാ കേട്ടോ. ചില സമയത്തൊക്കെ നമ്മൾ നീളത്തിലുള്ള പച്ചമുളക് ഉണ്ടാവല്ലോ, അത് വാങ്ങിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ എരിവൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഒരു ഉണ്ടമുളകിന്റെ ഒരു ഇതിൽ വരുന്നതാണല്ലോ, ഒരുപാട് നീളത്തിലല്ല. അതുകൊണ്ട് ഇതിന് അത്യാവശ്യം എരിവ് കേട്ടോ. ഒരെണ്ണം കിട്ടിയതിന് നല്ല എരിവാണ്. ഇങ്ങനെയല്ല 3 എടുക്കുന്നത്. പിന്നെ മീൻകറി വെക്കാൻ പോവാന്നല്ല. അപ്പൊ എന്ത് മീനാന്ന് പറഞ്ഞല്ലോ. അപ്പൊ മീൻ ഇതാ നമുക്ക് ഇന്നലെ പച്ചമീൻ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അയലയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെയാണ്. അപ്പൊ ഇന്നലെ വൈകിട്ട് അത് വെട്ടി സെറ്റാക്കി വെച്ചതാണ്. ഇന്ന് മീൻ വെട്ടലിന്റെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. കറി വെച്ചാൽ മതി. ഇവിടെ ഇരിക്കണം. പിന്നെ അമ്മ എടുക്കാം. അമ്മ എടുക്കാം. ഇപ്പൊ അമ്മ എടുത്തതാണോ പണിയാണ്? ഇവിടെ ഇരിക്കും. അമ്മ ഞങ്ങൾ ഉണ്ടാക്കട്ടെ. ഇവിടുത്തെ എണീക്കരുത്. തീ ചൂട്. മുളക് ജസ്റ്റ് ഒന്ന് കീറി ഇടുവാണ് ചെയ്യണത്. അപ്പൊ ഇത് കൂടാതെ ഇനി നമുക്ക് വേറെ 3 പേരുണ്ട് കേട്ടോ പണിക്ക്. അപ്പൊ എന്തായാലും രാവിലെ നേരത്തെ തീ കത്തിച്ചുകൊണ്ട് തന്നെ വെള്ളം ചൂടായോ നോക്കാറുണ്ട്. തിളയ്ക്കേണ്ട സമയം ആവാനായിട്ടുണ്ട് കേട്ടോ. ഏകദേശം എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. ഇതൊന്ന് വഴന്ന് കിട്ടണല്ലോ. അപ്പൊ അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഓയിലോ വെളിച്ചെണ്ണ എന്താന്ന് വെച്ചാൽ നിങ്ങൾ കൈതാത്തേര് പ്ലാറ്റില്ല എണ്ണയും എടുത്ത് ഒഴിച്ചോളൂ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുവാണെങ്കിൽ മീൻകറി ചിക്കൻ കറി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണോ. തക്കാളി ഇത് ഇത്രയും വാരിയെടുത്ത് കളയും ചെയ്യും, കഴിക്കൂല. ഓരോന്നോരോന്നായിട്ട് എടുക്കാം നമ്മുടെ മുന്നിൽ. അപ്പൊ ഇതാ ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പത്തേനും ഞാനൊന്ന് ഉലുവ എടുക്കട്ടെ. ഉലുവ എടുത്തിട്ട് നമുക്കൊന്ന് ഉലുവ പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി സംഭവങ്ങളൊക്കെ ഇടാൻ വേണ്ടി പോകണം. അപ്പൊ ഞാനൊന്ന് ഉലുവ എടുക്കട്ടെ. അങ്ങനെ ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുവാണ്. ഉലുവ തീർന്നിട്ട് നമ്മളൊക്കെ വാങ്ങിച്ചത് ഇരിപ്പുണ്ടേ. അപ്പൊ നമുക്ക് തീർന്ന് ഇനി ബോട്ടിലൊന്ന് കഴുകിയതിന് ശേഷം അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഉലുവ പെട്ടെന്ന് തന്നെ പൊട്ടിയിട്ടുണ്ടാക്കുക. ചെറുള്ളിയും സവോളയും എല്ലാം ഇട്ട് കൊടുക്കുവാണ്. പച്ചമുളകും എല്ലാം പാടും. ഇപ്പൊ തക്കാളി ഇടണ്ട, സവോള ഇട്ടാൽ മതിയോ. ഇവിടെ ഇത് താഴെ ഇറക്കില്ലെങ്കിൽ പണിയൊന്നും നടക്കാത്തതുകൊണ്ട് ഞാനിതാ ഒന്ന് കരിഞ്ഞാൽ നമുക്കൊന്ന് താഴെ ഇറക്കണം. അല്ലാതെ കറിയൊക്കെ തക്കാളി ഇതിൽ വെക്കാം. അമ്മ വേറെ സമയത്ത് ഇടാത്ത തക്കാളി എടുത്ത സമയം അമ്മ പൊരിഞ്ഞ് വിളിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിടുവാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് നമ്മുടെ സവോള ഒക്കെ ഒന്ന് വളർന്നു വരുമല്ലോ. കുറച്ചധികം ഉപ്പിട്ടാലും കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മളിനി പുളിയൊക്കെ ചേർക്കുന്നതായതുകൊണ്ട് നമുക്ക് ഈ ഒരു ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആവണമല്ലോ. കുറച്ച് സവോള അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കഴുകി വെള്ളത്തിലിട്ടാണ് അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടപ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം അരിഞ്ഞെടുക്കുക. കാരണം നമുക്ക് തോരൻ വെക്കാനുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പരിപാടികൾക്ക് സംഭവങ്ങൾ വേണം. ഒന്നുകൂടെ നന്നാക്കി എടുക്കട്ടെ. നമ്മുടെ ആളുടെ ഞാൻ ഒരു വിധത്തിൽ അത് ഹാളിൽ കൊണ്ടുപോയി സോഫയിൽ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല. കരി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കരച്ചിലാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്തുവിട്ടു. പക്ഷെ ആൾക്ക് കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട. അവൾക്ക് ഇങ്ങനെ എൻ്റെ കൂടെ അടുക്കളയിൽ വന്നിട്ട് ഓരോന്നൊക്കെ ചെയ്യണം. പിന്നെ തിരക്ക് പിടിച്ച സമയമൊക്കെ ആകുമ്പോൾ ഞാൻ അങ്ങനെ അവളുടെ പുറകെ നടക്കാൻ നിന്ന് പിന്നെ എൻ്റെ പണികളൊന്നും നീങ്ങാതെ തുടങ്ങി. ഞാനിപ്പോൾ അവൾക്ക് കുറച്ച് കളിപ്പാട്ടങ്ങൾ കൊടുത്തിട്ട് അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ കുറച്ചിരുന്ന് കരയും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആയിക്കോട്ടെ. അങ്ങനെ കരയുമ്പോൾ തന്നെ അപ്പം തന്നെ വാശി പിടിച്ച് കരയൊക്കെ ചെയ്യണമെങ്കിൽ
ഓടി ചെന്ന് എടുക്കാറൊന്നുമില്ല. പിന്നെ ഒന്നാമത് എനിക്ക് അങ്ങനെ എടുക്കാനൊരു സാവകാശം കിട്ടാറില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതാക്കാറില്ല. പിന്നെ ആൾക്ക് ശീലമായി. പിന്നെ കുറച്ച് നേരം കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മാറിക്കോളും. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയട്ടെ, എന്നിട്ട് ഇനി ആളുടെ അടുത്ത് പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോഴത്തേനും നമുക്ക് ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ഇതേപോലെ കൈ വെച്ചിട്ട് തന്നെയാണല്ലോ സബോളയൊക്കെ അരിയാൻ എനിക്ക് കുറച്ചുകൂടി കംഫേർട്ട്. മറ്റേ നമ്മുടെ ആ ഒരു കട്ടിങ് ബോർഡിലൊക്കെ വെച്ച് അരിയുന്നതിനെക്കാട്ടിലും എനിക്ക് കുറച്ചുകൂടി കംഫേർട്ടായിട്ട് അറിയാൻ പറ്റുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൈ വെച്ചിട്ട് തന്നെ അരിഞ്ഞെടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് നമ്മുടെ മീൻ കറിയിലേക്കുള്ള ഒരു സവോള വഴലുന്നതിനനുസരിച്ച് ഇടയ്ക്കൊന്ന് ഇളക്കിയും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ചൊക്കെ ഒന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സവോള വഴലുമല്ലോ. എനിക്ക് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. സവോളയും ചെറുള്ളി അരിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തായിരുന്നു പെട്ടെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും കണ്ണിൽ നിന്ന് വെള്ളം വരും. പക്ഷെ എനിക്ക് പെട്ടെന്നാട്ടോ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരാം. പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലും കൂടി അരിയാനുണ്ടെന്ന് ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ വരുന്നുണ്ടേ, വലിയ മൈൻഡിൽ നിൽക്കുന്നില്ല കേട്ടോ. ചിലപ്പോൾ ആളെ കുറച്ച് ടെററായിട്ട് നടക്കും കേട്ടോ ഇന്ന് ഇതിൻ്റെ പൊക്കത്ത് കയറാൻ പറ്റാത്തതിൽ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുറത്ത് പോയി നോക്കിയപ്പോൾ തീയൊക്കെ നല്ല അടിപൊളിയായിട്ട് കത്തുന്നതുകൊണ്ട് വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടപ്പോൾ നമുക്കിനി അരി ഒന്ന് കഴുകിയിട്ട് കൊടുക്കുക. അപ്പോൾ 2 കഴുകിൽ കഴുകിയിട്ടപ്പോൾ നന്നായിട്ടൊന്നുകൂടി കഴുകാം. പിന്നെ ഞാൻ ഒരു 3-4 വട്ടം നന്നായിട്ട് ഞാൻ കഴുകാറുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചിട്ടും പിന്നെ ലാസ്റ്റ് കഴുകാറുണ്ട്. അപ്പോൾ ആദ്യം പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം പിന്നെ ചൂടുവെള്ളത്തിൽ കഴുകാറാണേ. അപ്പോൾ ഇപ്പോൾ ഡയറക്റ്റ് തന്നെ ഓസിന്ന് പിടിക്കുന്ന വരുന്നുണ്ട്. അപ്പോൾ നല്ല വെയിലൊക്കെയാണ്. അപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല തെളിഞ്ഞുള്ള ഒരു കരട് പോലും ഇല്ലാതെ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് കഴുകുന്നത്. നമ്മളെന്തായാലും ലാസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലൂടെ കഴുകിയിട്ടാണല്ലോ ഇവിടെ. അപ്പം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക. ആളിത് അവിടെ നിന്നിട്ട് തന്നെ മിരട്ടും കേട്ടോ. എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ടേ. അരിയൊക്കെ ഇട്ട് വന്ന് നോക്കിയപ്പോഴത്തേനും നമ്മുടെ തക്കാളിയും ഇട്ട് കൊടുക്കുന്നൊരു ടൈം ആയിട്ടോ. കാരണം സവോളയൊക്കെ നല്ല രീതിയിൽ വഴന്നപ്പോൾ ഞാൻ തക്കാളിയും കൂടി ഇട്ട് നന്നായിരുന്നു ഇളക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മുടെ മീൻ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കാം. കാരണം നന്നാക്കി തോലൊക്കെ അത് സെറ്റാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ഇടികരിയിൽ ഇട്ട് കൊടുത്താൽ അപ്പോൾ പെട്ടെന്ന് ചതച്ചെടുക്കാം. നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ, കുറച്ച് ക്വാണ്ടിറ്റിക്കുള്ളത് ഞാൻ ഇതേപോലെ ഇടികരിലിട്ട് ചതച്ചെടുക്കാറാണ്. അപ്പോൾ അവനെക്കുട്ടി ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കി ആളിതാ നമ്മുടെ ഇവിടെ പണിക്ക് വന്നിട്ടുള്ള ഒരു ചേട്ടന് ആളിത് പണിക്ക് വന്നപ്പോൾ ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ ആവണക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് നിൽക്കണേ. കലിപ്പിലാണോ എന്തോ. ബിസ്ക്കറ്റൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് കലിപ്പിലൊക്കെയാണ്, കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ചതച്ച് സെറ്റാക്കട്ടെ. ഇഞ്ചി വേറെ വെളുത്തുള്ളി വേറെ ആയിട്ടാണ് അപ്പോൾ ഞാൻ ചതച്ചെടുക്കുന്നത്. അതായത് ഒന്ന് ചതഞ്ഞതിന് ശേഷമായിട്ട് പിന്നെ അടുത്തിട്ട് കൊടുക്കുക. എല്ലാം നമ്മൾ ഒരുമിച്ചിട്ടാൽ പെട്ടെന്ന് തെറിച്ചു കൂട്ടും നമ്മുടെ വെളുത്തുള്ളിയുടെ കഷ്ണങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചതച്ചൊരു പരിവായപ്പോൾ അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ ചതച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചതച്ച ആ ഒരു പേസ്റ്റ് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു സവോളയും അതേപോലെ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഉണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇങ്ങനെ നമുക്ക് അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാണ്ട്. വെളുത്തുള്ളിയൊക്കെ ഉള്ളതുകൊണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് കരിഞ്ഞ് കിട്ടും. അതുകൊണ്ടിങ്ങനെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നെയ്ക്കിനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് പൊടികൾ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മുടെ ഇട്ട് കൊടുത്തുള്ള ഒരു കൂട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു പേസ്റ്റിൻ്റെ പച്ചമുളക് മാറിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് സെറ്റാവട്ടെ. അപ്പോൾ ഇനി നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി സെറ്റാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല പണികൾ കുറച്ചൊന്ന് ഒതുങ്ങിയിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ തന്നെ നമ്മൾ അടുക്കി ഒതുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് വീണ്ടും ഇവിടെ ഫുള്ള് അലമ്പാവട്ടെ. തുടർന്ന് ഞാൻ കൈയോടെ എടുക്കുന്ന കുപ്പിയും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് സെറ്റാക്കുന്നുണ്ട്. എന്നാലും നമുക്ക് പിന്നെയും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ കുറച്ച് നേരത്തെ പണിയൊന്നും താഴെ ഉണ്ടാകുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് അടുക്കി സെറ്റാക്കി വയ്ക്കാം. ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു കുറച്ച് ഫിഷ് മസാല അതുകൂടിയാണ് പൊടികളായിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതിലേക്ക് ഇപ്പോൾ പൊടികളെല്ലാം നല്ല ഇതിലൊന്ന് മൂപ്പിച്ചതിന് ശേഷമാട്ടോ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ നമ്മൾ പച്ചവെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ആ കിറ്റിൽ ഞാൻ വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചു വിട്ടു. അപ്പോൾ അത് തിളച്ച വെള്ളമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തുള്ളൂ. അപ്പോൾ തിളച്ച വെള്ളം അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു കൂട്ടിലേക്ക് കിടന്ന് നന്നായിട്ട് തന്നെ വെട്ടി തിളയ്ക്കാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ പൊടിയൊക്കെ മൂപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കറിയുടെ ടേസ്റ്റൊക്കെ പോയിട്ട്. അപ്പോൾ
ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ബാക്കി നമ്മുടെ ഇട്ട് കൊടുക്കാനുള്ള മീൻകുട്ടന്മാർ ഇതാ റെഡി ആയിട്ട് ഇതാ പ്ലേറ്റിലിരിക്കുന്നുണ്ടേ. പിന്നെ ഇതാ എപ്പോഴും മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ നല്ല കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് കുറുകിയിട്ടുള്ള ആ ഒരു മീൻകറി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ കുടമ്പുളി നല്ല ചൂടുവെള്ളത്തിൽ ഇട്ടിരിക്കുവാണ്. അപ്പോൾ ആ ഒരു സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങിയതിന് ശേഷം വേണ്ട നമ്മൾ ഈ ഒരു ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് ഒരു 2 മിനിറ്റ് കൂടി എടുത്തില്ല. തിളച്ച വെള്ളം കൂടി ആണല്ലോ നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. നന്നായിട്ട് നമ്മുടെ ഒരു മീൻകറിയുടെ ഒരു ചാറ് തിളച്ച് മറിയോണ്ട് നമുക്ക് മീനിട്ട് കൊടുക്കേണ്ട സമയമായിട്ടല്ലോ. നമുക്ക് എന്തായാലും കിട്ടിയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ സൈസ് മീൻ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 കഷ്ണമാക്കിയിട്ട് തന്നെ ഉള്ളൂ. അല്ലാതെ ചെറിയ ചെറിയ പീസസ് ആക്കിയാലേ പെട്ടെന്ന് ഉടഞ്ഞൊക്കെ പോകുമല്ലോ. അതുകൊണ്ട് തന്നെ മീഡിയം സൈസിലുള്ള 2 കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ മുറിച്ചിട്ടുള്ളത്. നമ്മൾ ആണിക്കുട്ടി ഡയാനേനെ നമ്മൾ വിളിക്കുന്ന കയറിയിട്ട് ആളും ഡയാനെന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും മീൻ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമുക്ക് തുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചാൽ അപ്പോൾ ആ സത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു വെള്ളത്തിലേക്ക്. വെള്ളത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിരുന്നു. ഇതാ അതിന് വെള്ളത്തിൻ്റെ നമുക്ക് കുടമ്പുളി ഇട്ട് വെച്ചിട്ടാണ്. നമുക്കങ്ങനെ ഇളക്കൊന്നും വേണ്ട കേട്ടോ. കുറച്ച് തിളക്കട്ടെ. ഈ ഒരു മീഡിയം ആക്കി വെക്കുവാണ്. നന്നായിട്ട് തിളച്ച് നമുക്ക് ആവശ്യത്തിന് ഒരു പരിപാടിയൊക്കെ അറിയാമല്ലോ. ആ ഒരു ലെവല് വരുന്ന നന്നായിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അടച്ചു കൊടുത്തിരിക്കുവാണ്. ഇനി ഇതാ ഞാൻ തോരൻ വെക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കട്ടെ കേട്ടോ. അപ്പോൾ കറി ഞാൻ അവിടെ ഇരുന്ന് ആയിക്കോളും. അപ്പോഴത്തേക്ക് നമുക്ക് തോരൻ നോക്കുന്നത് പിന്നെ ഇവിടെ കുറച്ചൊന്ന് അതുപോലെ ആയിട്ടാണ് കിടക്കുന്നത്. അതൊന്ന് സെറ്റാക്കാൻ അതൊക്കെ ചെയ്യണം. താവണി കൂടി ആ ബിസ്ക്കറ്റ് കൈ പിടിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടോ. എൻ്റെ അടുത്ത് പിണങ്ങിയിരിക്കോട്ടെ ഇവിടെ കയറ്റി ഇരുത്താത്തതുകൊണ്ട്. പിന്നെ അത് കൂടുന്നത് മിണ്ടുന്നില്ല. ഞാൻ മിണ്ടാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ ആളിതാ ഒരു മൈൻഡ് ഇടാതെ പോകട്ടോ. അപ്പോൾ അവള് അതാണ് ഇവിടെ കയറ്റി ഇരുത്തിയില്ലാന്നുണ്ടെങ്കിൽ അവള് കുറച്ച് നേരത്തിന് പണം കിടക്കും. കുറച്ചല്ലേ കേട്ടോ. അവിടെ കുഴപ്പമില്ല. എനിക്ക് പിന്നെ സേഫ് ആയിട്ട് ഇരുന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. ബിസ്ക്കറ്റ് കൈ പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ടോ. എന്നെ നോക്കുന്നുണ്ടേ. എന്താ പിണങ്ങിയിരിക്കുന്ന കാണാൻ പ്രത്യേക ഭംഗിയാണ് നമ്മുടെ ആളുകുട്ടിയുടെ. പിന്നെ ഞാൻ നേരെ പോയതാ അടിച്ചു വരാനാണ്. അപ്പോൾ സിറ്റ് ഔട്ട് അടിച്ച് തുടച്ചിട്ടു കേട്ടോ രാവിലെ തന്നെ. പിന്നെ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് അടിക്കലോ തുടയ്ക്കലോ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും മീനൊക്കെ നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കൊന്ന് അടിച്ചിടാം. അതേപോലെ തന്നെ ഞാൻ തോരൻ വെക്കാനുള്ളതും ഒരടുപ്പിൽ വെച്ചിട്ടാട്ടോ വന്നിട്ട്. പിന്നെ നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഒന്ന് ആവട്ടെ. അപ്പോൾ തോരൻ ഇപ്പോൾ തന്നെ ആവട്ടെ. 2-3 ആവി കയറുമ്പോഴത്തേക്കും തോരനാവും. നമുക്കിന്ന് ബീട്രൂട്ട് തോരനാണ്. അപ്പോൾ തോരനുമായി കറിയൊക്കെ ആവുന്ന ഒരു ടൈം കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് അടിച്ച് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടിച്ചു വാരിയിടുമ്പോൾ കുട്ടിക്കുറുമ്പ് ഇത് എൻ്റെ അടുത്തുള്ള പിണക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അടിച്ചു വരുന്നതിൻ്റെ ആ ഇടയിൽ കൂടെ ഗ്യാപ്പിൽ കൂടെ ഇതാ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ നിന്നിട്ട്. അപ്പോൾ നമുക്ക് എന്നാലും പെട്ടെന്ന് അടിച്ച് വാരിയിടാം. അപ്പോൾ ആണെങ്കിലിട്ട് വണ്ടി കേട്ടോ അവിടെ കിടക്കുന്നത്. അപ്പോൾ ആളെ ഇടയ്ക്ക് എടുത്ത് കളിക്കും, ഇടയ്ക്ക് അതേപോലെ കൊണ്ട് സൈഡാക്കി വെക്കിട്ടും. അപ്പോൾ പിന്നെ നോക്കിയപ്പോഴാണെങ്കിൽ ഫോൺ ഒരു തുള്ളി ചാർജില്ല കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഫോണൊന്നും ചാർജിനുണ്ട്. കാരണം കറണ്ട് കാര്യം എപ്പോഴാണ് പോകാമെന്നൊന്നും അറിയില്ല. പിന്നെ കൈയോടെ അത് സോഫയിൽ നിന്ന് തട്ടി കുറഞ്ഞ് ഷീറ്റ് ഒന്ന് വിരിച്ച് സെറ്റാക്കിയിട്ടിരിക്കുകയാണേ. അപ്പോഴത്തേനും ഇതാ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ മീൻകറി ഇതൊക്കെ ഒരു പുറാൻ തിളച്ചിട്ട് ആ ഒരു ചാറൊക്കെ നമുക്ക് കറക്റ്റ് ഒരു പരുവത്തിലായിട്ടുണ്ട്. കുടമ്പുളിയുടെ സത്തൊക്കെ ഇറങ്ങി അടിയേഴ്സ്. അങ്ങനെ എന്തായാലും നമ്മുടെ ഉള്ളിലുള്ള പണികളൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ പണികളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്ന് എന്താ അറിയില്ല കേട്ടോ, നല്ല ടയേർഡായിട്ടുള്ള ഒരു ദിവസത്തെ നല്ല ക്ഷീണമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഭാഗങ്ങളൊന്നും വ്ളോഗ് എടുത്തില്ല കേട്ടോ. എന്നാലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടെന്നാലും ഒരുപാടൊന്നും ഞാൻ എടുക്കാൻ പോയില്ല. വേറെ നല്ല ക്ഷീണം. അതുകൊണ്ട് പിന്നെ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ പോയിട്ട് നമ്മുടെ ആവണിക്കുട്ടിയാണെങ്കിൽ ഇതാ കണ്ണ് തെറ്റിയ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എൻ്റെ ചെറിയൊരു അവളുടെ പുറകിൽ ചെറിയൊരു കണ്ണില്ല എന്നാണ്. അപ്പത്തിനുള്ള കിട്ടിയ ഗ്യാപ്പിൽ ഒന്നുമില്ലെങ്കിൽ വെള്ളത്തിൽ കളിക്കാൻ പോകും, അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഓടി മുറ്റത്ത് പോയി റോട്ടിൽ കൂടെ ഓടി കളിക്കും. പിന്നെ ഈ ഒരു ടൈമിലൊന്നും അങ്ങനെ വണ്ടിയൊന്നും വരാറില്ല. പിന്നെ അവിടെ ഉണ്ട് കേട്ടോ. ആയ് വ്ളോഗ് കളിക്കുന്നതിട്ട് ആയ് എന്ന് പറയുകയാണല്ലോ. ഉടുപ്പ് എവിടെ? ഉടുപ്പ് ഫുള്ള് നനച്ചു വിട്ടപ്പോൾ ആ ബനിയനെ ഉരുക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിക്കറൊക്കെ ഫുള്ള് നനഞ്ഞാട്ടോ നിൽക്കുന്നത്. നമ്മുടെ അവൻ കുട്ടിയൊന്നുണ്ട് കുളിപ്പിക്കാൻ. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, നല്ല വെയിലൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെയിലൊക്കെ. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഇതുപോലെ തന്നെയാണ് കേട്ടോ. മഴ കുറവുണ്ട് കേട്ടോ നമുക്കിവിടെ. അപ്പോൾ എല്ലാവരും എങ്ങനെ ഇപ്പോൾ ഓണത്തിനന്നൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അത് ചെറിയൊരു വെയിലുണ്ടായിരുന്നു. നല്ല രീതിയിലൊരു വെയിലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത്തത്തിനൊക്കെ നല്ല വെയിലായതുകൊണ്ടായിരിക്കും ഓണത്തിന് നമുക്ക് അധികം വെയിലൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സ്ഥലത്തും എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്നാലും കുഴപ്പമില്ലാത്ത നമ്മുടെ ഓണമൊക്കെ അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടരും ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ടാവില്ലേ. കാരണം വർഷങ്ങൾ കൂടിയിട്ട് വരുന്നതാണ് ഈ ഒരു ഓണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കാത്തിരിപ്പിൻ്റെ ഒരു ആഘോഷം തന്നെയാണ്. അപ്പോൾ എന്നാലും എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡയാനിനെ ഒന്ന് കുളിപ്പിക്കണം കേട്ടോ. കാരണം ഇന്ന്
നമുക്ക് കുഴപ്പമില്ലാത്ത വെയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള വെയിലുള്ള ദിവസങ്ങളൊക്കെ ഞാൻ ആളെ കുളിപ്പിക്കാറ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുളിപ്പിച്ചിട്ട് ഇപ്പോൾ നമുക്ക് തന്നെ കുളിപ്പിക്കണം. ഓണായിട്ട് കുളിപ്പിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ വെയിലും കാര്യങ്ങളൊക്കെ അതായത് വെയിലും കാര്യങ്ങളും പ്രോപ്പറായിട്ട് കിട്ടാത്തതുകൊണ്ട് ഓണത്തിന് മുന്നും അതുപോലെ തന്നെ ഓണം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കുളിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കുളിപ്പിക്കണം എന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കുളിപ്പിക്കണം. അപ്പോൾ വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നോക്കട്ടെ. കാരണം വ്ളോഗ് എടുക്കാൻ നിന്ന ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഡയാനെ കുളിപ്പിക്കണം. അപ്പോൾ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി നമ്മുടെ ആവണിക്കുട്ടി കുറുമ്പിക്കുട്ടി ഓടി വരും. നോക്കി വലിഞ്ഞത് അതിൻ്റെ മേളിൽ കയറുന്നുണ്ട് കേട്ടോ. ഫുള്ള് വികൃതി കേട്ടോ. ആളുടെ കൂടെ നിൽക്കുമ്പോൾ സമയം പോണതേ അറിയില്ല കേട്ടോ. എന്താ പരിപാടി? എന്താ പരിപാടി? ഒരു ഹായ് പറഞ്ഞേ, ഇവിടെ വാ, ഒരു ഹായ് പറ. പോയി ആയി. അത്രയേ ഉള്ളൂ ഹായ്. എന്നാൽ ശരി, ഓക്കെ, ടാറ്റ ബൈ. അമ്മ പോവാ. അപ്പം നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പം എന്തായാലും അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഉമ്മതാ ആ ഇവിടെ എന്താ ഇവിടുത്തെ അവിടേക്കും വേണോ അത് അവിടെ ഒരു ഉമ്മ കൊടുത്തേ, നമ്മുടെ ഗൈസിന് ഉമ്മ കൊടുത്തേ. ഉമ്മ മിടിക്ക് ഉമ്മ കൊഞ്ചാൻ വന്നിരിക്കുക കേട്ടോ. കൊഞ്ചിക്കുറുമ്പി ഇത്ര നേരം ഇങ്ങനെ ഓടിച്ചാടി നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൊഞ്ചാൻ വന്നിരിക്കുക നമ്മുടെ ആവണി. ഈ പോലെ തന്നെ ഗൈസ് ഞാനിതാ ഗാർഡനിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ചെടികളൊക്കെ കുറേ റീപ്ലേസ് ചെയ്യാനൊക്കെ ഉണ്ട്. കാരണം കുറേ ദിവസം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചെടികളൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തൊക്കെ കുറേ നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിതാ പോട്ടുകളായിട്ട് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെറ്റ് ചെയ്ത പ്ലാന്റ്സ് ഒക്കെ അടിപൊളിയായിട്ട് ഞാൻ കയറി വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ അടുത്ത് പോട്ടുകളിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ പോട്ടുകളിൽ ഇരിക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ വേറൊരു ഷെയ്ഡും അതേപോലെ തന്നെ മേളിൽ വേറൊരു ഷെയ്ഡായിട്ട് 2 ഡബിൾ കളറിലാട്ടോ വന്നിട്ടുള്ളത്. ഇതങ്ങനെ ഒരുപാട് അങ്ങനെ ഹൈറ്റ് ഒന്നും വെക്കില്ല, ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ വട്ടം വീശി നോക്കി ചെറിയ പ്ലാന്റ്സിൻ്റെ ഇടയിൽ കൂടി തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വളരെ ചെറിയൊരു പ്ലാന്റ്സ് ആണ്. ഒരു വേരിയിൽ തന്നെ പൊട്ടി നന്നായിട്ട് ഡെവലപ്പ് ചെയ്തോട്ട് ഒരെണ്ണം മതി കേട്ടോ. ആ ഒരു കൊട്ട അതായത് ആ ഒരു പോട്ട് ഫുള്ള് ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും പിന്നെ അതിങ്ങനെ ഉണ്ടായി വരിക. നല്ല രസമായിട്ടോ കാണാൻ വേണ്ടി കൂട്ടത്തോടെ നിൽക്കുന്നത്. ഞാൻ ഒരു വെറൈറ്റി പ്ലാന്റ് ആയതുകൊണ്ട് ഞാനിതുപോലെ പോട്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ഉള്ളൂ. അപ്പോൾ കുറച്ച് നമ്മളല്ല മണ്ണിൽ നട്ടു കൊടുത്തത് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ അന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ മണ്ണിൽ കുറച്ച് നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാനിപ്പോൾ വേറെ പോട്ടുകളിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ കയ്യിൽ പോട്ടുകളാക്കിയിട്ടുള്ള എല്ലാ പ്ലാന്റ്സിൻ്റെയും കുറച്ച് ഭാഗം നമ്മൾ മണ്ണിൽ ഡയറക്റ്റായിട്ട് നട്ടിട്ടുണ്ട്. കാരണം അത് പോട്ടുകളിൽ നിന്ന് എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് അതിൻ്റെ വേറൊരു കുറച്ചുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വീണ്ടും റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ഇത് നോക്കി ഇവിടെ ഇങ്ങനെ തിക്കായിട്ട് നല്ല രസമായിട്ട് നല്ല തണുപ്പുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല തണുപ്പായിട്ട് ഇതിൻ്റെ അടിയിൽ ഈ ഒരു ഷെയ്ഡ് നല്ല തണുപ്പാണ്. പിന്നെ നല്ലൊരു കട്ടിയായിട്ട് നോക്കി. നമുക്ക് ഇതിനൊക്കെയെന്ന് പറയുമ്പോൾ എപ്പോഴും വെള്ളം നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു പരിധി അതായത് ഒരു 1 വീക്ക് കൂടുമ്പോഴൊക്കെ നനച്ച് കൊടുത്താൽ മതി. നല്ല വാട്ടർ കണ്ടിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഉണങ്ങിപ്പോവുകയും ചീഞ്ഞ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ല കാടാണ്, നല്ല കട്ടിയായിട്ട് നോക്കി ഈ ഒരു ഭാഗം ഫുള്ള് കവർ ചെയ്ത് നല്ല സെറ്റായിട്ട് നിൽക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കാടൊക്കെ പറിച്ച് സെറ്റാക്കി വിട്ടതാണ്. അപ്പോൾ നമുക്ക് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഇതാ വേറെയും പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇതെന്താ ചെറിയ കോളാമ്പില്ല, അതായത് ഒരു മഞ്ഞ കളറിൽ നമ്മൾ പറയാറ്. പിന്നെ കോളാമ്പിൽ 2-3 വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോ രീതിയിലായിരിക്കും പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വട്ടം വീശി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി പോയിട്ട് നമ്മുടെ ഡയാനിനെ ഒന്ന് കുളിപ്പിക്കട്ടെ. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. കാരണം വെയിൽ ഇതാ ചെറുതായിട്ടൊന്ന് താന്നിട്ട്. അപ്പോൾ വെയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുളിപ്പിക്കലൊന്നും നടക്കില്ല. അപ്പോൾ കുട്ടിക്കുറുമ്പി ഇതാ ചെടിച്ചട്ടിയൊക്കെ എടുത്തിട്ട് ഇതാ അതുകൊണ്ട് പറ്റുന്ന ചെറിയ പോട്ടുകളൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഞാൻ ഗാർഡനിലേക്ക് കയറി കഴിഞ്ഞിട്ട് പുറകെ വരും. അപ്പോൾ മെലസ്റ്റോമയൊക്കെ നല്ല അടിപൊളിയായിട്ട് കയറി വരുന്നുണ്ട്. ഒരുപാട് തളിർപ്പൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നാലും
ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ബാക്കി പരിപാടിയിലേക്ക് നടക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത കൂടെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.